നമസ്കാരം, എൻ്റെ പേര് സജിൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കേരള സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നൽകുന്ന ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഗ്രേഡ് A-B ലൈസൻസുകളെ കുറിച്ചാണ്. ഇലക്ട്രിക്കൽ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ളവർക്കും ഇലക്ട്രിക്കൽ രംഗത്ത് പഠനം പൂർത്തിയാക്കിയവർക്കുമാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഈ ലൈസൻസുകൾ നൽകി വരുന്നത്. ഇലക്ട്രിക്കൽ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഒരുപക്ഷെ ഈ ലൈസൻസുകളെ കുറിച്ചിട്ടും ഒക്കെ അവബോധമുണ്ടായിരിക്കാം. പക്ഷെ നിർഭാഗ്യവശാൽ പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധം നന്നേ കുറവാണ്. അപ്പം അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ഡിസ്കഷന് വേണ്ടിയിട്ട് എടുത്തത്. ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ പറയുന്നത് എന്താണ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസുകൾ, ഏതൊക്കെ ടൈപ്പാണ്, എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ്, എങ്ങനെ അപ്ലൈ ചെയ്യാം, അപ്ലൈ ചെയ്ത് എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട്, അതിൻ്റെ ടെസ്റ്റ്, ഇനി ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൈസൻസുകൾ എന്താണ്, എന്തിനാണ് ലൈസൻസുകൾ എന്നുള്ളതിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ B ക്ലാസ് ലൈസൻസുകളെ കുറിച്ചാണ്. B ക്ലാസ് ലൈസൻസിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? BTech ഹോൾഡറായ ഒരാൾക്ക്, BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കരസ്ഥമാക്കിയ ഒരാൾക്ക് സൂപ്പർവൈസർ ലൈസൻസ് B ക്ലാസ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡിപ്ലോമ ഹോൾഡർക്കും സൂപ്പർവൈസർ B ക്ലാസ് ലൈസൻസിന് അപ്ലൈ ചെയ്യാം. ഇതാണ് ആദ്യത്തെ കാറ്റഗറി. രണ്ടാമതൊരു കാറ്റഗറി നമ്മൾ പറയുകയാണെങ്കിൽ ITI NCVT KGTE ഹോൾഡേഴ്സിന് വയർമാൻ പെർമിറ്റ് എടുത്തതിന് ശേഷം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ITI NCVT KGTE ഇത് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ വയർമാൻ പെർമിറ്റ് എടുത്തതിന് ശേഷം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് എന്താ പറയുക, ചുമ്മാ അങ്ങ് പറയാൻ പറ്റില്ല. അതിന് വ്യക്തമായിട്ടുള്ള എവിഡൻസുകൾ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തിലൊക്കെയുള്ള എക്സ്പീരിയൻസ് എന്നുള്ളത് നമ്മൾ ഇനി വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് പറയാം. ഓക്കെ, അടുത്ത മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് SSLC-ക്കാർക്കാണ്. SSLC-ക്കാർക്കും ഇപ്പം ഈ ആദ്യം പറഞ്ഞ 2 സെക്ടറുകളും കുറച്ച് ടെക്നിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരുന്നു. ഇനി അല്ലാത്തവർക്കും ഒരു ജീവിതമാർഗം എന്ന നിലയിലാണ് ശരിക്കും പറഞ്ഞാൽ സൂപ്പർവൈസർ ലൈസൻസ് SSLC-ക്കാർക്കും അതിൽ താഴെയുള്ളവർക്കുമായിട്ട് ഇൻസ്പെക്ടറേറ്റ് അത് പെർമിറ്റ് ചെയ്യുന്നത്. അപ്പം SSLC-ക്കാർക്ക് വയർമാൻ പെർമിറ്റ് എടുത്തതിന് ശേഷം 5 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, മിനിമം 5 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ SSLC ഹോൾഡർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി SSLCയും പാസ്സായില്ല എന്ന് കരുതുക, SSLC കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, C ക്ലാസ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ലൈസൻസ് എടുത്തതിന് ശേഷം 10 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം ഉണ്ടെങ്കിൽ SSLC കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്കും B ക്ലാസ് ലൈസൻസിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് BTech ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, ഡിപ്ലോമ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, ITI NCVT KGTE വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, SSLC വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, SSLC കോഴ്സ് കംപ്ലീഷൻ വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. അപ്പം അതിൻ്റെ ഓരോന്നിൻ്റെയും കൂടി എക്സ്പീരിയൻസ് എന്നുള്ളൊരു മാനദണ്ഡം അവിടെ ആഡപ്പായി പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ 4 സെക്ടറിലുള്ളവർക്കാണ് B ക്ലാസ് ലൈസൻസിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത. ഇനി സ്കോപ്പ് ഓഫ് B ക്ലാസ്, അതായത് B ക്ലാസ് ലൈസൻസ് ഏതൊക്കെ റേറ്റിങ്ങിലാണ് അവൈലബിൾ. നിങ്ങളിപ്പം B ക്ലാസ് ലൈസൻസിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വിജയകരമായി പൂർത്തിയാക്കി ഇറങ്ങുകയാണ്, ഇൻ്റർവ്യൂ ഒക്കെ. അങ്ങനെ വിജയകരമായി പൂർത്തിയാക്കി ഇറങ്ങുന്ന നിങ്ങൾക്ക് ഏതൊക്കെ റേറ്റിങ്ങിലുള്ള ലൈസൻസ് ലഭിക്കും എന്നതാണ് സ്കോപ്പ് ഓഫ് B ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. B ക്ലാസ്സിൽ ഈ 4 കാറ്റഗറിയാണ് ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റിന് ഉള്ളത്. ഈ 4 കാറ്റഗറിയിലും എല്ലാവർക്കും
എല്ലാ LT വർക്കുകളും സൂപ്പർവൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. LT എല്ലാവർക്കും അറിയാലോ, ലോ ടെൻഷൻ. അപ്പം എല്ലാ LT വർക്കും ഇവർക്ക് എടുക്കാം. മീഡിയം വോൾട്ടേജ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസ് 25 kVA മുതൽ 250 kVA വരെ ഉള്ള പെർമിറ്റാണ് സൂപ്പർവൈസർ B ക്ലാസ് ലൈസൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. 4 കാറ്റഗറി ആയിട്ടാണ് കൊടുക്കുന്നത്. അപ് ടു 25 kVA ഉണ്ട്, അപ് ടു 50 kVA ഉണ്ട്, അപ് ടു 150 kVA ഉണ്ട്, അപ് ടു 250 kVA ഉണ്ട്. ഇത് നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പെർഫോമൻസ് ആണ്. ആ ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റിനുള്ള പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് 25 kVA ആണോ കിട്ടുന്നത്, 50 kVA ആണോ, 150 kVA ആണോ, 250 kVA ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ക്വാളിഫിക്കേഷൻ്റെ അകത്ത് ബിടെക് ഡിപ്ലോമക്കാർക്ക് മാത്രമേ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമക്കാർക്ക് മാത്രമേ 250 kVA കൊടുക്കുള്ളൂ. ബാക്കി എല്ലാവർക്കും, അതായത് ITI, NCVT, KGTE, SSLC പാസ്, SSLC കോഴ്സ് കംപ്ലീറ്റഡ്, ഈ 5 കാറ്റഗറിക്കും കിട്ടാവുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 25 kVA കിട്ടാം, 50 kVA കിട്ടാം, 150 kVA കിട്ടാം. അവർക്ക് 250 kVA ലഭിക്കില്ല. ഈ പറഞ്ഞ 5 പേർക്കും റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. ആദ്യത്തെ കാറ്റഗറിക്ക് മാത്രം ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരിക്കും. അവരെ എക്സാമിനേഷനിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തേക്കാണ്. അതായത് ബിടെക് ഡിപ്ലോമക്കാർക്ക് റിട്ടേൺ എക്സാമിനേഷൻ ഇല്ല, പകരം അവർക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. SSLC, ITI, NCVT, KGTE, SSLC കോഴ്സ് കംപ്ലീറ്റഡ്, ഈ 5 കൂട്ടർക്കും റിട്ടേൺ എക്സാം ഉണ്ട്, പ്രാക്ടിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതാണ്. ബിടെക്കുകാർക്കും ഡിപ്ലോമക്കാർക്കും ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്. ഇനി ബിടെക്കുകാർക്കും ഡിപ്ലോമക്കാർക്കും മാത്രമേ 250 kVA കിട്ടാൻ ചാൻസ് ഉള്ളൂ എന്ന് കരുതി എല്ലാ ബിടെക്കുകാർക്കും ഡിപ്ലോമക്കാർക്കും 250 kVA കിട്ടണമെന്നില്ല. കിട്ടുവാണെങ്കിൽ അവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത B ക്ലാസിനെ കാട്ടി സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഗ്രേഡാണ് സൂപ്പർവൈസർ A ക്ലാസ് ലൈസൻസ്. നേരത്തെ നമ്മൾ കണ്ടു 250 kVA വരെയാണ് B ക്ലാസ് ലൈസൻസിൻ്റെ സ്കോപ്പ്. സ്വാഭാവികമായിട്ടും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും A ക്ലാസ് എന്ന് പറയുന്നത് 250 kVAക്ക് എബോവ് ആയിരിക്കും. ഇനി A ക്ലാസ്സിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ബിടെക്കുകാർക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാം. ബിടെക്കുകാർ ഒരു കാര്യം ശ്രദ്ധിക്കുക, നേരത്തെ B ക്ലാസ് ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഇപ്പോൾ A ക്ലാസ് ലൈസൻസിൻ്റെ കാര്യം പറയുമ്പോഴും ബിടെക്കുകാർക്ക് എക്സ്പീരിയൻസ് മാൻഡേറ്ററി അല്ല. വ്യക്തമായി മനസ്സിലാക്കുക, ബിടെക്കുകാർക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. പലരും പറയുന്നുണ്ട് A ക്ലാസ്സിന് അപ്ലൈ ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം, B ക്ലാസ്സിന് അപ്ലൈ ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല. ഇൻസ്പെക്ടറേറ്റിൻ്റെ നോംസ് അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ബിടെക്കുകാർക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. അപ്പം ഈ A ക്ലാസ്സിൻ്റെ 2 കൂട്ടർക്കും മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഒന്ന് ബിടെക്കുകാർക്കും, രണ്ടാമത് ഡിപ്ലോമക്കാർക്കും. അതിൽ ബിടെക്കുകാരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഡിപ്ലോമക്കാരാണെങ്കിൽ മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അണ്ടർടേക്കിങ്സിലായിരിക്കുക, അല്ലെങ്കിൽ HT ഹൈ ടെൻഷൻ, EHT എക്സ്ട്രാ ഹൈ ടെൻഷൻ കൺസ്യൂമേഴ്സിൻ്റെ കീഴിലായിരിക്കുക, അല്ലെങ്കിൽ ഒരു ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുടെ കീഴിലായിരിക്കുക. അപ്പം ഇത്തരം സ്ഥലങ്ങളിലുള്ള, ഇത്തരം വർക്കിംഗ് പ്ലേസുകളിലുള്ള എക്സ്പീരിയൻസ് മാത്രമേ അവിടെ കണക്കിലെടുക്കുള്ളൂ. ഓക്കെ, അപ്പം ഈ 2 കൂട്ടർക്കാണ് A ക്ലാസ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ ഉള്ള യോഗ്യതയുള്ളത്. ഇനി A ക്ലാസ് ലൈസൻസിൻ്റെ സ്കോപ്പ് എന്താണ്? ഇവിടെ നേരത്തെ പോലെ B ക്ലാസ്സിൽ പറഞ്ഞ പോലെ എല്ലാ LTയും എടുക്കാം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ മീഡിയം വോൾട്ടേജിനാണ് 25 kVA മുതൽ 250 kVA വരെയുള്ള ലിമിറ്റേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാ LTയും എടുക്കാം, എല്ലാ മീഡിയം വോൾട്ടേജ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസും എടുക്കാം. മീഡിയം വോൾട്ടേജ് ജനറേറ്റർ 500 kVA വരെയും, HT ഇൻസ്റ്റലേഷൻ ഒരു ഹയർ ഇതിലേക്ക് പോവാണ്, HT ഇൻസ്റ്റലേഷൻ 500 kVA ട്രാൻസ്ഫോമർ വരെയുള്ളതും ചെയ്യാം. അത് ഒരു കാറ്റഗറി.
അപ്പം അതാണ് ഒന്നാമത്തെ സ്കോപ്പ്. എല്ലാ LT കിട്ടാം, എല്ലാ MV കിട്ടാം. MV ജനറേറ്റർ 500 kVA വരെയുള്ളത് സൂപ്പർവൈസ് ചെയ്യാം. ST ഇൻസ്റ്റലേഷൻ 500 kVA ട്രാൻസ്ഫോമർ വരുന്നിടം വരെയുള്ളതും സൂപ്പർവൈസ് ചെയ്യാം. രണ്ടാമത്തെ കാറ്റഗറി എല്ലാ LT, എല്ലാ MV, എല്ലാ HT ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസും സൂപ്പർവൈസ് ചെയ്യാം. അതായത് 500 kVA എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ലിമിറ്റേഷൻ അവിടെ ഇല്ല. ഓക്കെ, അത് കുറച്ചും കൂടി സുപ്പീരിയർ ആണ്. ഇനി ഏറ്റവും ഫൈനൽ ഗ്രേഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഓൾ LT, ഓൾ MV, ഓൾ HT, ഓൾ EHT ഇൻസ്റ്റലേഷൻസ്, ഇതാണ് സൂപ്പർവൈസർ ലൈസൻസുകളിൽ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള പെർമിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവർക്ക് എല്ലാ വോൾട്ടേജ് റേഞ്ചിലുള്ള ഇൻസ്റ്റലേഷൻസും ഇവർക്ക് സൂപ്പർവൈസ് ചെയ്യാം. LT ചെയ്യാം, മീഡിയം വോൾട്ടേജ് ചെയ്യാം, ഹൈ ടെൻഷൻ ചെയ്യാം, എക്സ്ട്രാ ഹൈ ടെൻഷൻ ചെയ്യാം. അപ്പം ഇതെല്ലാം ഈ മൂന്നും നിങ്ങളുടെ ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സൂപ്പർവൈസർ ലൈസൻസ് A ക്ലാസ്സിന് ഇൻ്റർവ്യൂ മാത്രമായിരിക്കും, ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരിക്കും. സൂപ്പർവൈസർ B ക്ലാസ്സിനും A ക്ലാസ്സിനും തമ്മിലുള്ള എക്സാമിനേഷൻ്റെ പാറ്റേൺ വ്യത്യാസം എന്ന് പറയുന്നത് B ക്ലാസ്സിന് അതാത് ജില്ലാ കേന്ദ്രങ്ങളിലായിരിക്കും എക്സാമിനേഷൻസും ഇൻ്റർവ്യൂസും ഒക്കെ വരുന്നത്. A ക്ലാസ്സിനാണെങ്കിൽ സ്റ്റേറ്റ് മൊത്തത്തിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ തന്നെ മീറ്റർ ടെസ്റ്റിംഗ് ലബോറട്ടറി ആയിട്ടുള്ള ട്രിവാൻഡ്രത്ത് CET ക്യാമ്പസിനടുത്തുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ വരുന്നത്. ഓക്കെ, അപ്പം ആ ഇൻ്റർവ്യൂ ഫോളോഡ് ബൈ എ ഡിസൈൻ ആണ് വരുന്നത്. ഒരു ഡിസൈൻ ഉണ്ടാവും, ഒരു ഡിസൈൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു വൈവ ആണ് A ക്ലാസ് ലൈസൻസിന് വേണ്ടിയിട്ട് വരുന്നത്. ഇനി എങ്ങനെയാണ് ഈ ലൈസൻസുകൾക്കെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നിങ്ങൾ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കേരള CEIKerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. അതിൽ എക്സാമിനേഷൻസ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടാവും. ആ ടാബിൻ്റെ അണ്ടറിൽ ഓൺലൈൻ രജിസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കൊടുക്കുക. എല്ലാം കൊടുത്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആ സബ്മിറ്റ് ചെയ്ത് കിട്ടിയ ആപ്ലിക്കേഷൻ 2 കോപ്പി പ്രിൻ്റ് എടുക്കുക. ഒരു കോപ്പി നമ്മുടെ കയ്യിൽ തന്നെ വെച്ചേക്കുക, മറ്റേ കോപ്പി സൈൻ ചെയ്ത് അതിനോടൊപ്പം നമ്മൾ ഈ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീസ് അടച്ച ഒറിജിനൽ ചെല്ലാൻ ശ്രദ്ധിക്കുക. ഒറിജിനൽ ചെല്ലാനും ഈ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോമും നിങ്ങളുടെ യോഗ്യതയും നിങ്ങളുടെ എക്സ്പീരിയൻസും തെളിയിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസുമായി ചേർത്ത് അതിനോടൊപ്പം 2 സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ്, നമ്മുടെ അഡ്രസ്സ് എഴുതിയ എൻവലപ്പ് 5 രൂപയുടെ സ്റ്റാമ്പും ചേർത്തിട്ടുള്ള 2 എൻവലപ്പും ചേർത്തിട്ട് ഇത്രയും കാര്യങ്ങളും കൂടി ചേർത്ത് കാണിക്കുന്നത് സെക്രട്ടറി കേരള സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ലൈസൻസിംഗ് ബോർഡ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ്സ്, ശാന്തിനഗർ, ട്രിവാൻഡ്രം 695001 എന്ന അഡ്രസ്സിലേക്ക് അയക്കുക. അപ്പം അയക്കേണ്ട കാര്യങ്ങളൊന്നും കൂടി പറയാം. ആപ്ലിക്കേഷൻ ഫോം, സൈൻ ചെയ്ത ആപ്ലിക്കേഷൻ ഫോം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈൻ ചെയ്ത ആപ്ലിക്കേഷൻ ഫോം, അതിനോടൊപ്പം ആപ്ലിക്കേഷൻ ഫീസ് അടച്ച ചെല്ലാൻ്റെ ഒറിജിനൽ തന്നെ വെക്കുക. ശ്രദ്ധിക്കുക, ഒറിജിനൽ തന്നെ വെക്കുക, കോപ്പി നിങ്ങളെടുത്ത് സൂക്ഷിക്കുക. ഓക്കെ, പിന്നെ മൂന്നാമതായിട്ട് എന്താ വേണ്ടേ? നമ്മുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ്, ഓരോ കോപ്പി വീതം അതിനോടൊപ്പം ചേർക്കുക. അവസാനമായിട്ട് എൻവലപ്പ്, 2 എൻവലപ്പ് വേണം. ആ എൻവലപ്പിൽ നമ്മുടെ അഡ്രസ്സ് എഴുതിയിരിക്കണം. അതിനോടൊപ്പം പോസ്റ്റൽ സ്റ്റാമ്പ് 5 രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പും ഒട്ടിച്ചിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ആണ് താഴെ പറയുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇനി എത്രയാണ് ഇതിൻ്റെ ഫീസ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത്. A ക്ലാസിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ അനുസരിച്ചിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് മാർച്ച് 2019 മാർച്ചിൽ ഫീസ് വ്യത്യാസം വരുത്തിയതാണ്, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ നടത്തിയതാണ്. അപ്പം അത് പ്രകാരം A ക്ലാസ്സിന് ടോട്ടൽ അടയ്ക്കേണ്ട ഫീസ് 1660 രൂപയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാ ട്രഷറികളിലും അടയ്ക്കാം, അതോടൊപ്പം ഫ്രണ്ട്സിൽ അടയ്ക്കാം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അടയ്ക്കാനുള്ള പ്രൊവിഷൻ സൈറ്റിൽ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, ബി ക്ലാസ്സിന് വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 2 കാറ്റഗറി അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നുണ്ട്. എക്സാം ഉള്ളവരും എക്സാം ഇല്ലാത്തവരും. എക്സാം ഇല്ലാത്തവരെന്ന് പറയുന്നത് ബിടെക് ഡിപ്ലോമക്കാർ മാത്രം, ബാക്കിയുള്ളവർക്കെല്ലാം എക്സാം ഉണ്ട്. അപ്പം എക്സാമിനേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിനെല്ലാം 1225 രൂപയും എക്സാമിനേഷൻ ഇല്ലാത്ത കാറ്റഗറിക്ക് 890 രൂപയുമാണ് ബി ക്ലാസ് ലൈസൻസിന് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യേണ്ട രീതിയും കാര്യങ്ങളും. നിങ്ങൾക്ക് അതിൻ്റെ സ്കോപ്പുകളെ കുറിച്ചിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സൂപ്പർവൈസർ ലൈസൻസ് എന്താണെന്നുള്ളതും അതെങ്ങനെ അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അതിൻ്റെ ഫീസ് എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ സ്കോപ്പ് എങ്ങനെയാണെന്നുള്ളതും ഒക്കെ നമ്മൾ ഓൾറെഡി ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവായെന്ന് കരുതട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.